ഇവന്മാരെ കിട്ടണല്ലോ, നെറ്റ്വർക്കും ഉണ്ടല്ലോ പുല്ല്. പൊളിക്കൂടി ജോർജ് ഭായ് വിളിക്കുന്നുണ്ടല്ലോ. ജോർജ് ഭായ് എന്തല്ല വച്ചാലേ എന്നിട്ട് ജോളിയല്ലേ? റൈഡൊക്കെ എങ്ങനെ പോകുന്നത്? സൂരജിന്റെ കൂടെ ആടി, സൂരജിന്റെ കൂടെ. സൂരജാ വീട്ടിലുണ്ട് സെറ്റ്. ജോർജ് എന്തല്ല ഇങ്ങനെ പോകുന്ന റൈഡല്ലോ? മച്ചാനെ നീ മിസ്സാക്കിയട്ടാ. എത്ര കിലോമീറ്റർ പോയി നിങ്ങള്? 400 മൈല്. 400 ഒരു 200 മൈല്. ഹെവി വെയിൽസ് മൊത്തം കിടന്ന് കറങ്ങി പൊളിച്ചല്ലേ വന്നേ. സ്നോ ഡോൺ 360 ഡിഗ്രി. ഓ അല്ല ആ വണ്ടിയില്ലേ എന്താ ചെരിക്കുന്ന കിടത്തുന്ന എന്തൊക്കെ പറഞ്ഞല്ലോ, വല്ലതും നടന്നിനാ? പിന്നെ കിടത്തിയതാ നമ്മളെ കിടത്താൻ വേണ്ടിട്ടല്ലേ. സെറ്റ്. എത്ര പേരുണ്ടായി റൈഡ് ചെയ്ത്? കുറെ ആളുണ്ടായാ? 120 റൈഡേഴ്സ്. ഓടാ 120 അല്ല, ഒരു 80 വരെ ഉണ്ടാവും. 120 ആദ്യം പോൾ ചെയ്ത് പിന്നെ 80 വരെ വന്നോളൂ. അല്ല നിങ്ങൾ എത്ര സ്പീഡ് വരെ പോയി? പോയിനാ എടാ 100 110 കേസ്. കേസൊക്കെ കിടത്തില്ലേ, ഇങ്ങനെ കിടത്തി ഇങ്ങനെ ചെരിച്ചങ്ങടെ വേണ സാധനമില്ലേ ആസ്ക് ചെയ്ത് 100 പറ്റിയില്ലെങ്കിലും നമ്മള് ഏകദേശം ഒരു 60-70 എത്തിച്ചിട്ടുണ്ട്. അല്ലടാ ഇന്നലത്തെ സ്റ്റേ എല്ലാം എങ്ങനെ ഉണ്ടായി? നൈറ്റെല്ലാം പൊളിയായിരുന്നു. എടാ രാത്രി ആണെങ്കിട്ടല്ല ഹെവി എന്ന് പറഞ്ഞാൽ DJ പാർട്ടി, അതേപോലെ തന്നെ ക്യാമ്പിങ്. ഓ സെറ്റാണ് മുത്തേ, സെറ്റ്. ഇത് മാത്രം എടാ കട്ടാക്കല്ലേ ഒരു മിനിറ്റ്. പുല്ലന്മാര് കട്ടിയതേ നോക്കി. റെസ്പെക്റ്റ് ഇല്ല. നാട്യസിംഹമേ തള്ളിക്കഴിഞ്ഞ പുല്ല് തള്ളിക്കഴിഞ്ഞു. ഇപ്പൊ എന്താ പരിപാടി? തള്ള എടാ നമുക്ക് പോയിരുന്നടാ, നല്ല രസമായിരിക്കുമല്ലേ വെയിൽസ് അവിടെ മലനിരകളോട്ട് ശരിയാ മിസ്സായി പോടാ. പോട്ടെ. ഓ പണ്ടാരം മുടിഞ്ഞ കുട്ടി. ഈ ഒരു ട്രിപ്പിനാണോ ഈ കോട്ടയം കണ്ടാസിട്ട് അവിടെ പുറകിലൊക്കെ? എടാ നമ്മൾ റൂട്ട് ഓണല്ലേ, അപ്പൊ സംഭവം കുറച്ച് ഹെവി ആയിട്ട് ഇരിക്കണ്ടേ. നീ മറ്റേ യൂട്യൂബില് മറ്റേ അഡ്വഞ്ചർ റൈഡേഴ്സിനൊന്നും കാണാറില്ലേ? പൊന്ന് മുത്തേ പിന്നെ തള്ളാണോ നാഞ്ഞ് തള്ളി ഒന്ന് വേഗം ടൗണിൽ എത്തിയിട്ട് വേണം ഇത് മെക്കാനിക്ക പണ്ടാൽ എന്തെങ്കിലും ആരെയും കാണിച്ചൊന്ന് സെറ്റാക്കി എടുക്കാൻ. ഹോ